വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതക്കാരൻ എന്ന വാക്കുകൊണ്ട് തന്നെ വിതയ്ക്കാൻ അറിയാവുന്നവനായിരിക്കണമല്ലോ. അയാൾ വിത്ത് വിതച്ചപ്പോൾ പലതും പല സ്ഥലങ്ങളിലാണ് വീണത്. ചിലത് വഴിയരികിൽ, ചിലത് പാറപ്പുറത്ത്, ചിലത് മുൾച്ചെടികൾക്കിടയിൽ, ചിലത് നല്ല നിലത്ത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഫലങ്ങളാണ് പുറപ്പെടുവിച്ചത്. പക്ഷേ ഈ വിതക്കാരന് സന്തോഷമാണ്. വ്യത്യസ്തമായ നിലങ്ങളാണ്, വ്യത്യസ്തമായ ഫലങ്ങളാണ്. പക്ഷേ ഫലങ്ങൾ തന്നല്ലോ. ഇനി തരാതെ പോയതിന് വീണ്ടും അയാൾ വിതയ്ക്കും. കാര്യം അയാൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ വഴിയരികിലാണെങ്കിൽ പോലും അതിന് ഇനിയും സാധ്യതയുണ്ടല്ലോ ഇത് ഫലം തരാനായിട്ട്. പാറപ്പുറത്താണെങ്കിലും ഈ പാറയൊക്കെ പൊടിഞ്ഞ് വീണ്ടും നല്ല നിലമാകാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് വീണ്ടും അയാൾ വിതച്ചു. മുൾച്ചെടികൾ, ആ മുള്ളുകൾ മാറിക്കഴിഞ്ഞാൽ പിന്നീട് നല്ല നിലമാണല്ലോ. അതുകൊണ്ട് വീണ്ടും അയാൾ വിതച്ചുകൊണ്ടേയിരുന്നു. അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. വീണ്ടും വീണ്ടും ദൈവവചനം വിതച്ചുകൊണ്ടേയിരിക്കും. കേട്ടിട്ടില്ലേ, ഒരാൾ പാറ പൊട്ടിക്കുമ്പോൾ അയാൾ 50ാമത്തെ അടിയിലായിരിക്കും പാറ പിളരുന്നത്. പക്ഷേ എങ്കിലും അയാൾ ആ 49 അടിയും അടിച്ചാലേ 50ാമത്തെ അടിയിൽ പാറ പൊട്ടത്തുള്ളൂ. ഇതൊക്കെ തന്നെയാണ് വചനത്തിൻ്റെയും പ്രത്യേകത. വിതച്ചുകൊണ്ടേയിരിക്കും. ഈ വിതയുടെ ഏത് വിതയിലാണ് നല്ല ഫലം പുറപ്പെടുവിക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ക്രിസ്തു ഇപ്പോഴും റെഡിയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വചനം കൊണ്ട് നിറയ്ക്കാനായിട്ട്. പക്ഷേ ഏറ്റവും വലിയ പരിതാപകരം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോഴും വഴിയരികിൽ മാത്രമുള്ളവരായി മാറുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലെ മുള്ളുകൾ കൊണ്ട് നമ്മൾ നിറയ്ക്കുന്നുണ്ടോ? ഇപ്പോഴും ഹൃദയം ഇങ്ങനെ പാറ പോലെ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതോ നല്ല നിലമായി നമ്മൾ മാറിക്കഴിഞ്ഞോ? ഏത് നിലമായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്? അതാണ് ചോദ്യം. വിതക്കാരൻ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ മാറ്റമില്ലാത്ത ഒരു നിലത്ത് വിതക്കാരൻ വിതച്ചുകൊണ്ടേയിരിക്കും. വിതക്കാരൻ മടുപ്പൊന്നുമില്ല. പക്ഷേ ഈ നിലം ഇനി എത്ര ഫലം പുറപ്പെടുവിക്കണം തീരുമാനിക്കേണ്ടത് നിലത്തിൻ്റെ തീരുമാനമാണ്. കുറച്ചും കൂടി മയപ്പെട്ടാൽ, കുറച്ചും കൂടി ചില മുള്ളുകളൊക്കെ മാറ്റിപ്പിടിച്ചാൽ, കുറച്ചും കൂടി നമ്മൾ നല്ല നിലമായി മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫലങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിരിക്കും. അവിടെയാണ് ക്രിസ്തുവിന് കുറച്ചും കൂടി വിതയ്ക്കാൻ സാധ്യത ഒരുങ്ങുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.